Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 37 പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. Romans chapter number 8 verse 37, the Bible says, nay, in all these things we are more than conquerors through him that loved us. ആമേൻ. നമ്മെ സ്നേഹിച്ച യേശു, The Jesus who loved us. ആ സ്നേഹം മുഖാന്തരമാണ് നമുക്കൊരു പൂർണ്ണ ജയം കിട്ടിയത്. And through that love we got a complete victory. ഇവിടെ യേശുവിന്റെ സ്നേഹം നമുക്ക് ജയം തരും. The love of Jesus will give us victory. ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചു, യേശുവിന്റെ സ്നേഹം എങ്ങനെയാ ജയം കൊണ്ടുവരുന്നത്? And today morning I thought how Jesus love bring triumph in our life. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, യേശു നമുക്ക് വേണ്ടി ജീവൻ തന്ന സ്നേഹമാ നമ്മളെ ജയത്തിലേക്ക് കൊണ്ടുവന്നത്. And suddenly I understood one thing, Jesus gave his life on the cross of Calvary. That love gave us triumph. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ആമേൻ, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. And when we become sinners, that time itself, and he died on the cross for us on the Calvary, and he showed his love. Nay, in all these things we are more than conquerors through him that loved us. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം, a complete victory. എല്ലാവരും ഒരു പെർഫെക്റ്റ് വിക്ടറി ആഗ്രഹിക്കുന്നു. Everybody in this life, they all desire for a perfect victory. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പൂർണ്ണത കൽപ്പിക്കാൻ പോകുകയാണ്. In your life God is going to declare a fullness. ഈ ലോകത്തിന്റെ സ്നേഹം എല്ലാം കണ്ടീഷണലാണ്. And all the love in this world are conditional. കർത്താവ് നമ്മെ ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിച്ചു. But God loved us unconditionally. ഒരു നിബന്ധനകളും ഇല്ലായിരുന്നു. There is no condition at all. That's Jesus love. അതാണ് യേശുവിന്റെ സ്നേഹം. ക്രൂശിൽ നമ്മെ സ്നേഹിച്ചു, നമുക്കായി പ്രാണനെ തന്നു. And he loved us on the cross and he gave his life for us. അതൊരു ഭയങ്കര സ്നേഹമാണ്. That is a great love. നിങ്ങൾ സ്നേഹിച്ച പലരും നിങ്ങളെ വിട്ടുപോയി. And many people whom you loved, they left you behind. നിങ്ങൾ സ്നേഹിച്ചത് പലതും നിങ്ങൾ വേണ്ടാന്ന് വെച്ചു. And something which you loved and you left that. എന്നാൽ ഈ സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണ്. But this love is something special. ഇത് കാൽവറിയിൽ നമുക്ക് വേണ്ടി അവസാനതുള്ളി രക്തം ഊറ്റിത്തന്ന സ്നേഹം. And this love is the love which shed the last drop of blood on the cross of Calvary for us. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, That's the reason Apostle Paul said, ഈ സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല. nothing can separate me from this love. കാരണം ഈ സ്നേഹം അട്രാക്ഷനാണ്. Because this love is attractive. ഈ സ്നേഹം പവർഫുള്ളാണ്. This love is powerful. ഈ സ്നേഹം കാൽവറി ക്രൂശിന്റെ മുമ്പിൽ മാറാത്തതാണ്. And this love will leave us in front of ഈ the cross. സ്നേഹം നാം ഒറ്റപ്പെടുത്തലുകളിൽ ആയിരിക്കുമ്പോൾ മാറിപ്പോകാത്തതാണ്. And when we are alone, this love will not leave us. ആമേൻ. ഇന്ന് ഈ സ്നേഹത്തിലേക്ക് നിങ്ങൾ വരിക. Today you come to this love. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നു. And the love of God is calling you. ആമേൻ. ഭൗതിക കാര്യത്തിനല്ല യേശുവിനെ സ്നേഹിക്കുന്നു. Do not love Jesus for material things. നമ്മുടെ നിത്യത കർത്താവിനോട് ഒരുമിച്ചായിരിക്കുകയാണ്. And our eternity want to be spent with Lord Jesus. ആ ഒരു നിത്യതയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. That eternity, that's what we need in our life. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. I'm going to pray for you. ഈ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും നമുക്കുണ്ടാകരുത്. And do not come anything in our life that separate us from the love of Christ. സകലത്തെക്കാൾ ഉപരി കർത്താവിനെ More സ്നേഹിക്കുക. than everything, love Jesus. ഞങ്ങളുടെ കർത്താവേ, Our Lord, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ just like how you loved us, അങ്ങേ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. help us to love you. അങ്ങയുടെ മുറിവേറ്റ കരം കൊണ്ട് പൊതിയണമേ. Cover us with your wounded hand. അങ്ങയുടെ മിറക്കലിനായി നന്ദി പറയും. Thank you for your miracle. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. We bless these people അന്യോന്യം സ്നേഹിപ്പാൻ, in order to love each other ജീവിതാവസാനം വരെ അങ്ങേ സ്നേഹിപ്പാൻ till the end of our life, to love you. ജീവിതത്തിൽ ഇടയാക്കണമേ. Allow them in their life. അത്ഭുതം ചെയ്യണമേ. Lord, do a miracle. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. Amen. Amen. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ Just like Christ loved us, നാം അന്യോന്യം സ്നേഹിക്കുക. we have to love one another. ആ സ്നേഹത്തിൽ നിലനിൽക്കുക.
You have to stand in that love. നമുക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടെങ്കിൽ മടക്കി പ്രാപിക്കാം. And if you have lost that love, you regain that love. God bless you. Love you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.